വിവാദങ്ങൾക്കിടയിലും റാപ്പർ വേടനെക്കുറിച്ച് പഠിപ്പിക്കാൻ കേരള സർവകലാശാല 4 വർഷ ബിരുദ സിലബസിലാണ് വേടനെക്കുറിച്ചുള്ള ലേഖനം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായ കേരള സ്റ്റഡീസ് ആൻഡ് കൾച്ചറൽ എന്ന കോഴ്സിലാണ് പാഠഭാഗമുള്ള വേടൻ ദ റെവല്യൂഷണറി റാപ്പർ എന്ന തലക്കെട്ടിലാണ് ലേഖനം. ഗോപാൽ ശിലാസനിൽ വിവരങ്ങളുമായി. ഗോപാൽ, ഈ വിവാദങ്ങൾക്ക് ശേഷവും വേടനെക്കുറിച്ചുള്ള പാഠഭാഗം അത് വേടൻ എഴുതിയതാണോ അതോ വേടനെക്കുറിച്ചാണോ? എന്താണ് ആ പാഠഭാഗം? സ്മൃതി, വേടനെ പറ്റിയാണ് ഈ പാഠഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കാലിക്കറ്റ് സർവകലാശാലയിൽ വേടന്റെ ഗാനം ആ പാഠഭാഗമായി ഉൾപ്പെടുത്തിയത് വലിയ വിവാദമായി. പിന്നാലെ വേടനെതിരെ ബലാത്സംഗ കുറ്റവും അതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളും കോലാഹലങ്ങളും എല്ലാം നിലനിൽക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ കേരള സർവകലാശാലയും 4 വർഷ ബിരുദ കോഴ്സുകളുടെ സിലബസിൽ വേടനെ കുറിച്ചുള്ള പാഠഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായിട്ടാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3ാം സെമസ്റ്ററിൽ കേരള സ്റ്റഡീസ് ആൻഡ് ആർട്ട് കൾച്ചർ എന്ന പാഠഭാഗത്തിൽ ഉപതലക്കെട്ടിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡീകോഡിംഗ് ദ റൈസ് ഓഫ് മലയാളം റാപ്പ് എ ഡീപ് ഡൈവ്, അതായത് മലയാളത്തിന്റെ റാപ്പുകളുടെ ഉത്ഭവം എന്ന ഒരു പാഠഭാഗം, ഒരു മോഡ്യൂൾ അതിനകത്തുണ്ട്. അതിനകത്താണ് ഈ വേടൻ എന്ന റാപ്പ് ആർട്ടിസ്റ്റിനെ കുറിച്ചുള്ള പരാമർശം വരുന്നത്. വേടനെ കൂടാതെ തിരുമാലി എന്ന ഒരു ആർട്ടിസ്റ്റിനെ കുറിച്ചും അതിൽ പരാമർശമുണ്ട്. ഇതിൽ വേടനെ കുറിച്ച് സാമൂഹിക നീതിയിലും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ അവകാശങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് വേടന്റെ വരികൾ എന്ന് ഈ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അടിച്ചമർത്തപ്പെട്ടവരുടെ പോരാട്ടങ്ങളും ശബ്ദവുമാണ് അവ. തന്റെ സംഗീതത്തിലൂടെ മലയാള റാപ്പ് രംഗത്ത് ചെറുത്തുനിൽപ്പിന്റെയും ശാക്തീകരണത്തിന്റെയും പ്രതീകമായി വേടൻ മാറിക്കഴിഞ്ഞുവെന്നും ഈ പാഠഭാഗത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പലവിധ അഭിപ്രായ പ്രകടനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. എതിർപ്പുകൾ ഉണ്ടാകുമോ എന്നതാണ് നമുക്കിനി കണ്ടറിയേണ്ടത്. ശരി, ഗോപാൽ ശീലസനാണ് വിവരങ്ങൾ നൽകിയത്.